അമ്മ അമ്മ എന്താ ഈ രാത്രി അടുക്കളയിലോട്ട് വന്നേ? അതെന്താ, എനിക്ക് അടുക്കളയിലേക്ക് പ്രവേശനമില്ലേ? ഞാൻ നിന്നെ വിലക്കിയതിന് പകരമായി നീ എനിക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടോ? അമ്മ, ഞാൻ അങ്ങനെ ചോദിച്ചതല്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതിയായിരുന്നു എന്നാ ഉദ്ദേശിച്ചേ. ആവശ്യക്കാർക്ക് ഔചിത്യം ഇല്ല എന്നല്ലേ പറയാറ്? ഇപ്പൊ എനിക്കൊരാവശ്യം വന്നു. അത് മറ്റാരും അറിയാതെ നീയുമായിട്ട് സംസാരിക്കണമെന്ന് തോന്നി. അതിനാ ഇങ്ങോട്ട് വന്നത്. എന്താ അമ്മ? അമ്മയുടെ ആവശ്യങ്ങൾ സാധിച്ചു തരാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കഴിക്കാനോ കുടിക്കാനോ വല്ലതുമാണെങ്കിൽ അത് ഞാൻ സാധിച്ചു തരാം. അത് നിന്നെ കൊണ്ടാവൂന്ന് എനിക്കറിയാം. പക്ഷേ അത് തയ്യാറാക്കാനുള്ള സാധന സാമഗ്രികള് വേണം. അതിനുള്ളൊരു മനസ്സ് വേണം. പിന്നെ അതിനുള്ള ഒരാരോഗ്യം വേണം. ഇതെല്ലാം നിനക്കുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാതെ, ആരും തുണയില്ലാതെ ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ ദുരവസ്ഥയെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ. കിടക്കാനൊരിടവില്ല, പോകാനൊരിടവില്ല, ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ല. ഇരുട്ടിക്കഴിഞ്ഞ ഭയന്ന് വിറച്ച് ഇരുട്ടിന്റെ മറവില് പുലരും വരെ കാത്തിരിക്കും. അയ്യോ, ഇതിനിടയില് സാമൂഹ്യദ്രോഹികളുടെ കണ്ണിൽപ്പെട്ട എന്താവും സംഭവിക്കാന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അയ്യോ, അമ്മ പറഞ്ഞത് കേട്ടപ്പോ തന്നെ എനിക്ക് തല ചുറ്റുന്ന പോലെ തോന്നി. അങ്ങനത്തെ പെൺകുട്ടികളൊക്കെ ഉണ്ടാവോ? ഉണ്ട്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ നീ എന്തു ചെയ്യും? സഹായിക്കും, ഉറപ്പായിട്ട് സഹായിക്കും. ഇല്ലെങ്കിൽ ഉദയന്നൂരമ്മ എന്നോട് കോപിക്കും. അങ്ങനെ ആരെയാ അമ്മയ്ക്ക് അറിയാവുന്നത്? ആ കുട്ടിയെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും അമ്മേ. ഞാൻ നോക്കിക്കോളാം. ഇത്രയും നല്ലൊരു മനസ്സ് നിനക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല പാർവതി. അപ്പോ ആ കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതില് നിനക്ക് എതിർപ്പൊന്നുമില്ലല്ലോ? എനിക്ക് സന്തോഷേ ഉള്ളൂ. ഒരാളെ സഹായിക്കാൻ കഴിയുന്നത് ഒരു പുണ്യല്ലേ? അമ്മയ്ക്ക് എങ്ങനെ അറിയാം ആ കുട്ടിയെ? എനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും ആ കുട്ടിയെ അറിയാം. നിനക്കും അറിയാം. എനിക്കും അറിയോ? അതാരാ? ജാസ്മിൻ. അച്ഛൻ സ്ഥലത്തില്ല. സഹോദരനെ പോലീസ് കൊണ്ടുപോയി. ആ വിവരം അറിഞ്ഞ് അച്ഛൻ അവളെ ഉപേക്ഷിച്ചു. ഇപ്പൊ അവൾ ഒറ്റയ്ക്കാ. ഒരു സഹായത്തിന് ആരുമില്ല. ആ ഔട്ട് ഹൗസിൽ കിടന്ന് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ആര് സമാധാനം പറയും? പാർവതി, തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല. അവള് ചെയ്ത തെറ്റിന് നിന്നോട് പരസ്യമായിട്ട് അവള് മാപ്പ് പറയുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തില് അവളെ ആ ഔട്ട് ഹൗസിൽ ഒറ്റയ്ക്കിടുന്നത് ശരിയല്ല. അവളെ ഇറക്കിവിട്ട നിന്നോട് പറയാതെ ഞാനത് ചെയ്യുന്നതും ശരിയല്ലല്ലോ. അമ്മ അപ്പോ ഇത്രയും നേരം പറഞ്ഞ ആ പാവം പെൺകുട്ടി ജാസ്മിൻ ആയിരുന്നല്ലേ? ജാസ്മിനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് ഞാനല്ലെന്ന് അമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞതാ. ഗാർഗി അവളെ ഇറക്കി വിട്ടത്. അതുകൊണ്ട് തന്നെ ഇറക്കി വിട്ട ആളെ തിരിച്ചു കയറ്റണമെങ്കിൽ ഗാർഗിയുടെ അനുവാദം വേണം. അതിലുപരി ജാസ്മിനെ വീണ്ടും ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കണമെങ്കിൽ വിശാൽ സാറിന്റെ അനുവാദം കൂടിയേ തീരൂ. ഗാർഗിയും വിശാൽ സാറും അനുവദിച്ച ഞാൻ എതിര് നിൽക്കില്ല. ഓഹോ, വിശാലും ഗാർഗിയും സമ്മതിച്ച പിന്നെ നിന്റെ അനുവാദം ആർക്ക് വേണം? വേണോ അമ്മേ? എന്റെ അനുവാദം കൂടിയേ കഴിയൂ. കാരണം ഉടമ്പടി കരാർ അത് എന്റെ കയ്യിൽ ഇപ്പോഴും ഭദ്രമായി ഇരിക്കുന്നുണ്ട്. അതും കെട്ടിപ്പൊതിഞ്ഞു വെച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. എന്താ നടക്കാൻ പോന്നെന്ന് നീ നോക്കിക്കോടി.
വിഷ്, ഒരു മിനിറ്റ്. എന്താ ആന്റി? വിഷ്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചെറുതല്ല, അല്പം സീരിയസാ. എന്താ ഇത്ര വലിയ സീരിയസ് ആയ പ്രശ്നം? അമേരിക്കയില് രവിയങ്ങള് വീണ്ടും കുഴപ്പത്തിൽ ചെന്ന് ചാടിയോ? രവിയേട്ടനൊന്നും സംഭവിച്ചില്ല. സംഭവിക്കാൻ പോകുന്നത് ഇവിടെയാ. ഇവിടെയോ? ഇവിടെ ആർക്ക് എന്ത് സംഭവിച്ചു? നടക്കാൻ പാടില്ലാത്തത് ഇവിടെ സംഭവിച്ചത്. അത് കുടുംബത്തിന് നാണക്കേട് തന്നെയാ. പണ്ടൊക്കെ സൽക്കാരം സ്വീകരിക്കാനാ പോലീസ് ഉദ്യോഗസ്ഥരിവിടെ വന്നിട്ടുള്ളത്. ഇന്നതിന് വിപരീതമായി ഇവിടെ താമസിച്ചിരുന്ന കുറ്റവാളിയായ ഒരാളെ അറസ്റ്റ് ചെയ്യാനാ പോലീസ് വന്നത്. അത് സംഭവിച്ചു കഴിഞ്ഞ കാര്യ. ആന്റി കഥ വിപുലമാക്കാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറയുക. അതെ, കാര്യം എന്താണെന്ന് ഞാൻ പറയാം. അതായത് വേണ്ട, അല്ല, അങ്കിളിനോടല്ലല്ലോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം അങ്കിളിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം. അപ്പോ സംസാരിച്ചാ മതി. ആന്റി പറയൂ, എന്താ പ്രശ്നം? പാർവതിയാണ് പ്രശ്നം. മനസ്സിലായില്ല. പുതിയതായിട്ട് അവൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? എഗ്രിമെന്റ് പേപ്പർ എന്ന് പറഞ്ഞ് ഒരു വൈറ്റ് പേപ്പർ അവള് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ആ എഗ്രിമെന്റ് പ്രകാരമാണ് ജാസ്മിനും ജതിനും ഔട്ട് ഹൗസിലേക്ക് താമസം മാറ്റേണ്ടി വന്നത്. അതുകൊണ്ട് ജതിൻ അറസ്റ്റിലായതോടെ ജാസ്മിൻ ഒറ്റപ്പെട്ടു. അവളൊരു പെൺകുട്ടിയാ. അവളോടല്പം മനുഷ്യത്വം കാണിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അവളെ ഒറ്റയ്ക്ക് അവിടെ നിർത്തുന്നത് ശരിയല്ല. എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചാൽ അത് ഈ കുടുംബത്തിന് തീരാ കളങ്കമായി മാറും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാ. എന്നെ കൊല്ലാൻ കരുക്കൾ നീക്കിയ കുറ്റത്തിന് അവളുടെ ആങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടും ഇപ്പോഴും അവളോടാ നിങ്ങൾക്ക് സിമ്പതി. സോ വാട്ട് പൊസിഷൻ യു ഹാവ് ഗിവൻ മീ ഇൻ ദിസ് ഹൗസ്? എന്താ മനസ്സിലായില്ലേ? ഈ വീട്ടിൽ എന്ത് നിലയും വിലയോ നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്നത്? എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? എന്നെ ഇല്ലാതാക്കണമെങ്കിൽ അത് നിങ്ങൾക്കാർക്കെങ്കിലും ചെയ്യാവുന്നല്ലേ ഉള്ളൂ. എന്തിനാ പുറത്തുള്ളവരെ കൂട്ടുപിടിക്കുന്നത്? വിഷ്, നീ എന്തൊക്കെയാ സംസാരിക്കുന്നേ? നിന്നെ ഇല്ലാതാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ആന്റി ഇപ്പൊ പറഞ്ഞില്ലേ ഞങ്ങളെന്ന്? ആ പ്രയോഗത്തിൽ തന്നെ വേർതിരിവ് വ്യക്തമാണ്. ഞങ്ങൾ നിങ്ങളെന്നുള്ള വേർതിരിവ് എന്നു മുതലേ ഈ വീട്ടിലുണ്ടായത്? പാർവതി എന്ന മൂഷേട്ട നിന്റെ ഭാര്യയായി ഈ വീട്ടിൽ കാലുകുത്തിയ അന്ന് മുതൽ സ്വസ്ഥമായും സന്തോഷമായും കഴിഞ്ഞിരുന്ന ഈ കുടുംബം പല കഷ്ണങ്ങളായിട്ട് വെട്ടി മുറിച്ചു അവള്. എന്തിനു വേണ്ടിയാ? എണ്ണിയാൽ ഒടുങ്ങാത്ത സ്വത്തിന് വേണ്ടി. അമ്മേ പ്ലീസ് പ്ലീസ് അവോയ്ഡ് സച്ച് ടോക്സ്. ഇവിടുത്തെ സ്വത്തുവകകൾ വേണമെന്ന് അവള് പറഞ്ഞോ? ഒരു രൂപ അവൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അതൊന്നുമല്ല ഇപ്പൊ ഇവിടുത്തെ വിഷയം. ജാസ്മിന്റെ സുരക്ഷയെ കരുതി അവളുടെ താമസം വീണ്ടും ഇതിനുള്ളിലേക്ക് ആക്കണമെന്ന നിങ്ങളുടെയൊക്കെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ഈ വീട്ടിൽ വെച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ച ഒരുത്തന്റെ അനുജത്തിയെ അവന്റെ അറസ്റ്റിന് ശേഷവും ഇവിടുത്തെ സുഖ സൗകര്യങ്ങൾ ഒരുക്കി താമസിപ്പിക്കാൻ ഒരുങ്ങുന്നതിന്റെ വ്യക്തമായ കാരണം എന്താണെന്ന് എനിക്ക് അറിയണം. അതിനുശേഷം ആലോചിക്കാം നിങ്ങളുടെയൊക്കെ ആഗ്രഹം നടത്തണോ വേണ്ടോ എന്ന്. ഇതേ ധിക്കാരമോ വിദ്വേഷമോ കൊണ്ട് പറയുന്ന അല്ലമ്മേ, എന്റെ ഗതികേട് കൊണ്ട് പറഞ്ഞു പോകുന്നത്. അമ്മ എന്നോട് ക്ഷമിക്കാം.
എന്താ ജാസ്മിൻ, പൊന്നാങ്ങള ഇരുമ്പഴിക്കുള്ളിലായതിനു ശേഷം നീ ഭക്തിമാർഗം സ്വീകരിച്ചോ? എന്താ ഇതിനു പിന്നിലെ ഉദ്ദേശം? പാർവതി, ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ആവാം, പക്ഷെ വാക്കുകൾ കൊണ്ട് മനസ്സിന് മുറിവേൽപ്പിക്കരുത്. നീയും ഞാനും കണ്ടുമുട്ടിയ അന്നു മുതൽ നിന്റെ വാക്കുകളുടെ മുറിവിന്റെ നീറ്റൽ അനുഭവിക്കുന്നവളാ ഞാൻ. എന്റെ അടുത്ത് നീ മുറിവിന്റെ വേദനയെക്കുറിച്ച് സംസാരിക്കുന്നോ? എന്റെ വാക്കുകൾ എന്നാ നിന്നെ മുറിവേൽപ്പിച്ചിട്ടുള്ളത്? നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാവുന്നൊരവസ്ഥയിലല്ല ഞാനിപ്പോ. തെരുവിലോ മഞ്ഞും മഴയും ഏൽക്കാത്ത തണലിലോ കഴിയുന്ന ഒരു അനാഥയുടെ അവസ്ഥയാ എനിക്കിപ്പോ ഉള്ളത്. നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ആ ഔട്ട് ഹൗസിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ജതിൻ പോയതോടെ ഭയന്ന് വിറച്ച് കഴിയോ ഞാൻ. ഭയോ? നിനക്കോ? അങ്ങനെയൊന്നും അല്ലല്ലോ നീ പറഞ്ഞു പരത്തിയത്. ജാസ്മിനെ പേടിപ്പിക്കാൻ ആരും നോക്കണ്ട, തീയിൽ കുരുത്തതാണ് എന്നൊക്കെയല്ലേ നീ അന്ന് പറഞ്ഞത്? പാർവതി, നീ എന്നെ കൂടുതൽ വേദനിപ്പിക്കരുത്. ഏട്ടൻ ജയിലിലായതോടെ തികച്ചും ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഞാൻ കാരണമാണ് ഏട്ടൻ ജയിലിൽ പോയതെന്നാ എന്റെ പപ്പ കൂടി പറയുന്നത്. അത് സത്യമല്ലേ? നാളുകളായി കണക്ക് കൂട്ടി നിന്റെ മനസ്സിൽ അല്ലെങ്കിൽ നിന്റെ വക്രബുദ്ധിയിൽ ഉദിച്ച കുറ്റകൃത്യം പെട്ടെന്നൊരു നിമിഷം നീ തന്നെ നിന്റെ സഹോദരനിൽ പരസ്യമായി അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ? അയ്യോ, അതൊന്നും അല്ല സത്യം. എന്തായാലും പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോ മറച്ചു വെച്ചിരുന്ന സത്യമാ അവൻ തുറന്നു പറഞ്ഞത്. ഞാൻ വിശാലിനോടും നിന്നോടും അല്ല പാർവതിയോടും മാപ്പ് ചോദിച്ചില്ലേ? അതെന്തിനാ? കുറ്റബോധം. സത്യമായിട്ടും ഞാനിതൊന്നും അറിഞ്ഞ കാര്യങ്ങളല്ല പാർവതി. നീ എന്റെ മുന്നിൽ ഇത്രയൊക്കെ പറഞ്ഞ് കാട് കയറണമെങ്കിൽ നീ മറ്റെന്തോ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ജാസ്മിൻ. അതെന്തായാലും മറ്റാരുടെയും നന്മയ്ക്കാവില്ല, മറിച്ച് നിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കും. ഞാനൊന്ന് ചോദിച്ചോട്ടെ ജാസ്മിൻ, നിനക്ക് നിന്നെ തന്നെയെങ്കിലും വിശ്വാസമുണ്ടോ? ഞാൻ എന്ത് പറഞ്ഞാലും പാർവതി വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ഞാൻ ആന്റിയോടൊരു കാര്യം പറഞ്ഞായിരുന്നു. അത് പാർവതി അറിഞ്ഞോന്ന് എനിക്കറിയില്ല. അറിഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞതും നീ ഇപ്പൊ പറഞ്ഞു വന്നതും ഒരേ കാര്യമാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട ജാസ്മിൻ. അതിനൊറ്റ ഉത്തരേ ഉള്ളൂ. ഞാനല്ല നിന്നെ ഇവിടെ നിറക്കി വിട്ടത്, ഗാർഗിയ. അവള് സമ്മതിക്കണം, വിശാൽ സാറും സമ്മതിക്കണം. ആദ്യം അവരുടെ സമ്മതം പോയി വാങ്ങൂ, എന്നിട്ട് ആലോചിക്കാം എന്ത് വേണോന്ന്. ജാസ്മിൻ, എനിക്ക് നിന്നോട് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവും ഇല്ല. ഏതു മനുഷ്യർക്കും നന്മയും തിന്മയും ഒക്കെ ഉണ്ട്. നിന്നിലെ നന്മ എവിടെയോ മറഞ്ഞു കിടക്കുക. അതിനെ കണ്ടെത്തി പുറത്തു കൊണ്ടുവന്നാലേ നീ നന്നാവൂ. എനിക്ക് അച്ഛന് മരുന്ന് കൊടുക്കാൻ സമയമായി. എന്താ രാവിലെ അവളുമായിട്ടൊരു ഏറ്റുമുട്ടല്? ഏറ്റുമുട്ടലൊന്നും ആയിരുന്നില്ല ആന്റി. അനുനയത്തിന്റെ ഭാഷയില് ഒരു നിവേദനം കൊടുക്കാൻ നോക്കിയതാ. പക്ഷേ ഏറ്റില്ല. ആ ഗാർഗിയുടെയും വിശാലിന്റെ സമ്മതം ഉണ്ടായാലേ എന്റെ ഇങ്ങോട്ടുള്ള തിരിച്ചുവരവ് സാധ്യമാവും. ആദ്യം നീ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വിശാലിന്റെ പ്രീതി സമ്പാദിക്കണം. അതിനൊക്കെ ഞാൻ കുറെ ശ്രമിച്ചതാ, പക്ഷെ ഒന്നും പ്രാക്ടിക്കൽ ആയില്ല. ഇടി മണ്ടി, ആണുങ്ങളുടെ ഏറ്റവും വലിയ ഇഷ്ടം എന്താണെന്ന് നിനക്കറിയോ? രുചികരമായ ഭക്ഷണം സ്വന്തം വീട്ടിൽ നിന്ന് ധൃതിയില്ലാതെ കഴിക്കാന്നുള്ളതാ. തല്ലാൻ ഒരുങ്ങി നിൽക്കുന്ന ഭർത്താവിന്റെ മുമ്പില് ഒരു നല്ല ചൂട് ചായ കൊണ്ടുവച്ചിട്ട് മാറി നിന്ന് നോക്കണം. അദ്ദേഹം ആ ചായ കുടിക്കുമ്പോ അദ്ദേഹത്തിന്റെ ദേഷ്യം പതിയെ 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 കുറഞ്ഞു വരുന്നത് കാണാം. മനസ്സിലായോ? ചായ മോശമാണെങ്കിലോ? തല്ലാൻ ഒരുങ്ങിയവ കൊല്ലാൻ വരും. ആ അടുക്കളക്കാരി വിശാലിനെ കയ്യിലെടുത്തതുപോലെ നീ നല്ല ആഹാരം പാകപ്പെടുത്തി വിശാലിന് കൊടുത്തു നോക്ക്. അപ്പ കാണാം അവനിലുണ്ടാവുന്ന മാറ്റം. അതിന് എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ലല്ലോ. ഒരു ചായ പോലും ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോഴാ ദേ, ഇന്ന് ഈ നിമിഷം മുതല് നീ കുക്കിംഗ് ആരംഭിക്കുന്നു. ഞാനും സഹായത്തിനുണ്ടാവും. നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം ജാസ്മിൻ. ശരി,
ആന്റി പറഞ്ഞുകൊണ്ട് ഞാൻ അനുസരിച്ചില്ല എന്ന് വേണ്ട. റെഡി. അപ്പോ വിശാലിനുള്ള ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭാവി വധു ജാസ്മിന്റെ വക. വാ. ഓ, വാ. ഞാൻ വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത വിശ്വാസമാണ് അവൾ നിസ്സാരമായി തകർത്തു കളഞ്ഞത്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ആരെയും ചതിക്കാൻ മടിയില്ലാത്തവൾ, വിശ്വാസവഞ്ചനയ്ക്ക് കയ്യും കാലും വെച്ച മനുഷ്യരൂപം. അതാരാണെന്ന് ചോദിച്ച മറ്റാരുമല്ല, എന്റെ ഭാര്യ. അവൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് നിരപരാധിയായ ഞാൻ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സത്യമേവ ജയത്തെ പുസ്തകങ്ങളിൽ വായിക്കാൻ കൊള്ളാം, ദേശീയ സ്തംഭത്തിൽ കൊത്തിവെക്കാൻ കൊള്ളാം. അല്ലാതെ ജീവിതത്തിൽ ഒരിക്കലും അത് പ്രാക്ടിക്കലായി നടക്കില്ല. ഇവിടെ കുറ്റം ചെയ്യുന്നവർ സുഖമായി ജീവിക്കുന്നു. നിരപരാധികൾ ക്രിമിനൽസായി മുദ്ര കുത്തപ്പെടുന്നു. അത് മാറണം. ഭൂമിയിൽ ദൈവമെന്ന പ്രപഞ്ചശക്തി ഉണ്ടെങ്കിൽ ഈ സ്ഥിതി മാറണം. ശേഖർ, തനിക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്നെപ്പോലുള്ള ജന്മങ്ങൾക്കും ഗുഡ് ന്യൂസോ? കൊള്ളാലോ സാർ. താൻ എന്തിനാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ബേസിക്കലി താനൊരു നല്ല മനുഷ്യനാ. സാഹചര്യം തന്നെ ഇവിടെ എത്തിച്ചു. സാഹചര്യങ്ങളാണല്ലോ മനുഷ്യനെ നല്ലവനാക്കുന്നതും ക്രിമിനലാക്കുന്നതും. ശേഖർ, തന്നെ ഇവിടുന്ന് മോചിപ്പിക്കാൻ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. അതിന് ഫലമുണ്ടായി. തന്റെ റിലീസ് അപ്രൂവ് ആയിട്ടുണ്ട്. സത്യമാണോ സാർ പറയുന്നത്? സത്യം. ആ സന്തോഷ വാർത്ത തന്നോട് നേരിട്ട് പറയാനാണ് ഞാൻ വന്നത്. എല്ലാത്തിനും നന്ദിയുണ്ട് സാർ. സാർ എനിക്ക് ഒരു സഹായം കൂടി ചെയ്തു തരാമോ? പറയൂ ശേഖർ. എന്റെ അധികാര പരിധിയിലുള്ളതാണെങ്കിൽ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി സാർ. ഞാൻ ഇനി തിരിച്ചു വരുമ്പോ ഈ സെല്ല് തന്നെ എനിക്ക് തിരികെ തരുമോ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ പുറത്തിറക്കാൻ ശ്രമിച്ചത് പിന്നെ ഇവിടെ വരാനല്ല ശേഖർ. നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിച്ചു. അത് തലയിലെഴുത്താണെന്ന് വിചാരിച്ച് എല്ലാം മറക്കാൻ നോക്ക്. എന്നിട്ട് നീ ഒരു പുതിയ ജീവിതം ആരംഭിക്ക. ഓൾ ദി ബെസ്റ്റ്. ശേഖർ, നിന്റെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ നിന്റെ ഭാര്യയാണെന്ന് നീ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ. എന്താ നിന്റെ ഭാര്യയുടെ പേര്? പ്രഭ. പ്രഭാവതി. എന്നെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇല്ല, ഈ പ്രഭാവതി ഒരിക്കലും തകരില്ല. എന്ത് ലക്ഷ്യത്തോടെയാണോ ഞാൻ നിന്നെ ഇല്ലാതാക്കിയത്, ആ ലക്ഷ്യസ്ഥാനത്ത് തന്നെ ഞാൻ എത്തുകയും ചെയ്യും. അതിനു വേണ്ടി എന്റെ മുമ്പിൽ തടസ്സമായി വരുന്ന എന്തിനേയും ഞാൻ വെട്ടിമാറ്റും. പ്രഭാവതി തീരുമാനിച്ചാൽ ആ തീരുമാനം അവസാനത്തേതായിരിക്കും. ഇതെന്താ പതിവില്ലാത്തൊരു കാഴ്ച? കുമ്പസാരമാണോ? ഇതുവരെ ചെയ്ത തെറ്റുകളെല്ലാം ചേർത്തൊരു മാപ്പ് പറച്ചില്. ആ അടുക്കളക്കാരിയുടെ ചൂരൽ കഷായം കുടിച്ച് ഇവരുടെ മുമ്പിൽ വന്ന് വീണപ്പോ ചേച്ചിക്ക് ബോധോദയുണ്ടായ? ചേച്ചിക്ക് ഇതെന്താ പറ്റിയത്? കുമ്പസാരവും മാപ്പ് പറച്ചിലും ഒന്നും അല്ല പ്രതാപ. ചില തീരുമാനങ്ങൾ ഉടനെ എടുത്തേ പറ്റൂ. കഴിഞ്ഞ കുറെ ദിവസമായി
ഈ ഗായത്രി കാരണം എനിക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഇവളെ കുറിച്ചുള്ള ചിന്തകൾ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഗായത്രിയോട് നമ്മൾ ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള പരിഹാരമാണ് കണ്ടെത്തേണ്ടത്. പെട്ടെന്നൊരു പരിഹാര മാർഗം എന്നൊക്കെ പറഞ്ഞാ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാ പറ്റില്ല എന്നുള്ള അർത്ഥത്തിലല്ല ചേച്ചി, മറിച്ച് എവിടെ നിന്ന് തുടങ്ങണമെന്നൊരു കൺഫ്യൂഷൻ. ഒന്ന് തുടങ്ങിക്കിട്ടിയ പിന്നെ കാര്യങ്ങൾ ശാറപറയേന്ന് നടക്കും. ഗായത്രിയോട് ചെയ്യാൻ തുടങ്ങിയ ദ്രോഹത്തിൽ നിന്നാണല്ലോ എല്ലാത്തിന്റെയും തുടക്കം. അന്നു മുതൽ ഇന്ന് വരെ ചെയ്യുന്ന ദ്രോഹങ്ങൾക്ക് ഒരു കുറവും വന്നിട്ടില്ല. ദ്രോഹങ്ങളുടെയും പരാജയങ്ങളുടെയും ആകെ തുക ഇപ്പൊ തുല്യവുമാണ്. ഓ, അതായത് വിജയം പ്ലസ് പരാജയം സമം 0. ഇതാണ് ഞാനും മാത്തമാറ്റിക്സും തമ്മിൽ ചേരാത്തത് അല്ലേ ചേച്ചി? നമ്മൾ ഗായത്രിക്ക് എത്രയോ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലേത് ദ്രോഹത്തെക്കുറിച്ചാ ഇപ്പൊ ചേച്ചിക്ക് ടെൻഷൻ? നിനക്ക് ഓർമ്മയുണ്ടോ പ്രതാപ, ഗായത്രിയുടെ കള്ള ഒപ്പിട്ട് നീ 50 ലക്ഷം രൂപ എഴുതിയെടുക്കാൻ ശ്രമിച്ച കാര്യം? ഞാൻ ആയിരക്കണക്കിന് കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് മാത്രം ഒരിക്കലും മറക്കില്ലേ ചേച്ചി.